നമ്മളിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂർ മണ്ഡലത്തിലാണ്. ഇവിടെ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. മുൻ MLA ആയിട്ടുള്ള PV അൻവറും അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തും അതുപോലെ തന്നെ നമ്മുടെ LDF നിൽക്കുന്ന M സ്വരാജുമായിട്ടുള്ള കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ. നമ്മളിപ്പം തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിൽ നിൽക്കുന്ന നിലമ്പൂർ മണ്ഡലത്തിലോട്ട് കയറാൻ പോവുകയാണ്. അതിന് തൊട്ട് മുമ്പുള്ള ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പം അവിടെയുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു പശ്ചാത്തലം നമുക്ക് ഇവിടെ നിന്ന് ചോദിച്ചറിയാം. നമുക്ക് ഇവിടെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കാം എന്താണ് അവിടുത്തെ ഒരു രാഷ്ട്രീയ ഇപ്പോഴത്തെ ഒരു മുന്നേറ്റം എന്താണെന്നുള്ളത്. പിന്നെ നമ്മളെ നിലമ്പൂർ മണ്ഡലത്തിൽ ഇപ്പം M സ്വരാജും അതുപോലെ തന്നെ PV അൻവറും അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തും മത്സരിക്കുന്നുണ്ട്. അതിൽ അവിടെ സാധ്യത ഇക്കാടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? അൻവർ ജയിക്കാൻ സാധ്യത. അൻവറിന്. ഓക്കെ, അത് എന്താണ് അതിൻ്റെ റീസൺ എന്താണ്? കുഴപ്പമില്ല, നല്ല ഭരണമാണ്, നല്ല കുറച്ച് വികസനം മുമ്പ് നിന്നിട്ടുള്ള. ഇപ്പം നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന് നിയോഗനായിട്ടുള്ള ഒരു വ്യക്തിയാണ് PV അൻവർ. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് അദ്ദേഹം ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത് അദ്ദേഹം വിജയിക്കും എന്നുള്ളത് അല്ലേ? ഓക്കെ. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനും അതുപോലെ തന്നെ നമ്മളെ M സ്വരാജിനുമായിട്ടുള്ള അവരുടെ ആ ഒരു ഫൈറ്റിംഗ് എങ്ങനെയായിരിക്കും? ഇവർ PV അൻവറിന് കൊടുക്കുന്ന ഫൈറ്റിംഗ് എങ്ങനെയായിരിക്കും? മത്സരം നല്ല സ്ട്രോങ് ആണ്. മത്സരം. ഓക്കെ. അപ്പം നമുക്ക് കട്ട മത്സരം. ഓക്കെ. അപ്പം 3 പേരും കടുത്ത എന്താണ് കാഡിനറ്റ് ആണ്. അപ്പം 3 പേരും കട്ട മത്സരം നടത്തുക തന്നെ ചെയ്യും. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ UDF LDF ആണല്ലോ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാന പാർട്ടികൾ. അപ്പോൾ ഈ പാർട്ടികൾക്കെതിരെ ഇതുപോലുള്ളൊരു ജനങ്ങൾ ഒരു വലിയ രീതിയിലുള്ളൊരു പാർട്ടി പിന്തുണ ഇല്ലാത്തൊരു നേതാവ് എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഒരു തോൽവി സാധ്യത കാണുന്നുണ്ടോ PV അൻവറിൽ? അത് പറയാൻ പറ്റില്ല, ജനങ്ങൾ തീരുമാനിക്കില്ലേ? ഓക്കെ ശരി ചേട്ടാ. അപ്പം നമുക്ക് കാണാം. താങ്ക് യു ചേട്ടാ, വളരെ ഉപകാരം. നമ്മളെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമാണ്. കടുത്ത പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. അപ്പം അവിടെ ആർക്കാണ് വിജയസാധ്യത? ആർക്കാണുള്ളത് വിജയസാധ്യത? അൻവറിൻ്റെ കാര്യം എല്ലാവർക്കും അൻവറിന് പൊതുവേ താല്പര്യമുണ്ട്. അൻവറിൻ്റെ കാര്യം ഒന്നും പറയാൻ വയ്യ, കാരണം കുറേ സപ്പോർട്ടേഴ്സ് ഉണ്ട്. പിന്നെ കുറേ ആളുകൾ അൻവറിന് പിന്തുണ കൊടുക്കുന്നുണ്ട്. അപ്പോഴേ നമ്മുടെ ഈ M സ്വരാജും അതുപോലെ തന്നെ M സ്വരാജും ആര്യാടൻ ഷൗക്കത്തും നമ്മുടെ PV അൻവറിന് കടുത്ത എതിരാളികളാണ്. അപ്പം അതിനെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ഒരു കരുത്ത് വെച്ചുകൊണ്ട് PV അൻവറിന് എത്രത്തോളം സാധ്യത ഉണ്ടായിരിക്കും എന്താണെന്ന് വെച്ചാൽ PV അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾ പിന്നെ ഇപ്പോൾ പൊതുവെ ഏതൊരാളോട് ചോദിച്ചു കഴിഞ്ഞാലും അവരൊക്കെ പറയുന്ന ഈ കാര്യങ്ങളാണ്. അതായത് ജനങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് PV അൻവർ ചോദിച്ചത്. അപ്പം നമ്മൾ പ്രതിപക്ഷത്തിനോട് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയണത് നമ്മളിതൊക്കെ ചോദിച്ചതാണെന്നാണ്. പക്ഷെ നമ്മളിതൊക്കെ ചോദിച്ചതാണെന്നുള്ളത് അവർ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ്. ആ ഒരു കണ്ടീഷനാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അൻവറിനൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പറയാൻ വയ്യ ഒന്നും. ഓക്കെ, എന്തായാലും കടുത്ത പോരാട്ടമാണെന്ന് ഉറപ്പാണ്. കാര്യം എന്ന് പറഞ്ഞാൽ 3 കാബിനറ്റ് നമുക്ക് ശക്തരാണ്, 3 പേരും ശക്തരാണ്. ഓക്കെ, അപ്പം ശരി ചേട്ടാ. ഓക്കെ. നമ്മളെ ഈ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുകയാണ്. മറ്റേ നിലമ്പൂര് അറിയാം, ചോദിക്കാല്ലേ? കുഴപ്പമില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അവിടെയുള്ള നിൽക്കുന്ന 3 കാബിനറ്റ്, ഈ 3 കാബിനറ്റിന് ആർക്കാണ് ഈ വിജയ സാധ്യത ഉള്ളതെന്ന് പറയാനൊക്കോ? നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ പിന്നെ ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കും എന്നുള്ളതാണ്. ഏകദേശം എത്രത്തോളം വോട്ട് നേടുമെന്നാണ്? ഒരു 50,000 വോട്ടിനെങ്കിലും വിജയിക്കും. അപ്പോഴേ M സ്വരാജും അവിടെ ഒരു കടുത്ത സ്ഥാനാർത്ഥിയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിന് നിയോഗനായിട്ടുള്ള നമ്മുടെ PV അൻവറും കടുത്ത ഒരു എതിരാളിയാണ്. അപ്പോൾ അതിനെ വെച്ചൊക്കെ നമ്മൾ കമ്പയർ ചെയ്യണം. അതുമാത്രമല്ല, ആര്യാടൻ ഷൗക്കത്ത് ആദ്യമായിട്ടാണ് നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. ആര്യാടൻ മുഹമ്മദിൻ്റെ വാപ്പാടെ ഒരു പിന്തുണ മകന് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ വിലയിരുത്തുമ്പം ഏകദേശം എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു വിജയ സാധ്യത എങ്ങനെയായിരിക്കും? അവിടുത്തെ LDF സ്ഥാനാർത്ഥി ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ കേരളത്തിലെ LDF ഭരണം ശക്തമായിട്ട് സാധാരണക്കാരനെ വളരെയധികം വിഷമിപ്പിക്കുന്നതാണ്. ആ വോട്ടാണ് UDFന് വരുന്നത്. അതായത് LDF ഭരണത്തിന് എതിർ വോട്ടാണ്. ആ വോട്ട് വെച്ചിട്ടാണ് UDF ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയും ഭൂരിപക്ഷം കൂടാനും കാരണം. ഓക്കെ, അപ്പോഴേ ഈ ആര്യാടൻ ഷൗക്കത്തും മുസ്ലിം ലീഗുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു കടുത്ത വിയോജിപ്പും എതിർപ്പൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു എതിർപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം അതിനെ ബാധിക്കുമെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ? ഒരിക്കലും അത് ബാധിക്കില്ല. UDF എന്ന് പറയുന്നത് ശക്തമാണ്. UDFന്റെ ഏറ്റവും വലിയ ഘടകകക്ഷിയാണ് ലീഗ് ആത്മാർത്ഥമായിട്ട് കോൺഗ്രസിനേക്കാൾ ഇതിന് സജീവമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാം. ഓക്കെ. അപ്പം നമ്മുടെ ആര്യാടൻ ഷൗക്കത്തിന് തന്നെയാണ് സാധ്യത. ഓക്കെ, അപ്പോൾ ശരി.
ചേട്ടാ, നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമാണ്. അപ്പം അവിടെ എത്രത്തോളം വിജയ സാധ്യത ഏത് കാൻഡിഡേറ്റിനാണ് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ? വിജയസാധ്യത ഏറ്റവും കൂടുതൽ UDF തന്നെയാണ്. കാരണം ഇന്ന് നടക്കുന്ന ഒരു ജനജീവിതം എന്ന് പറയുന്നത് വളരെ ദുസ്സഹരമായ ഒരു സംഭവം തന്നെയാണ്. കാരണം ഇന്നത്തെ പൊതുവേ ഉള്ളൊരിതിൽ ജനങ്ങൾ ജീവിക്കാനുള്ള 10 കൊല്ലം അവർ ഭരിച്ചിട്ടും ഒന്നും കിട്ടാത്തൊരു നിലയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർക്ക് ജനങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നിന് UDF ജയിച്ചു കഴിഞ്ഞാലുള്ളൂ ജനങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവുള്ളൂ. അപ്പോഴേ നമ്മളവിടെ മലപ്പുറം നമ്മുടെ ഈ മലബാർ മേഖലകൾ കേന്ദ്രീകരിച്ച് PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ VD സതീശൻ ഉന്നയിക്കേണ്ടുള്ള കുറേ ചോദ്യങ്ങളാണ്. എന്നുവെച്ചാൽ ശക്തമായിട്ട് ഉന്നയിക്കേണ്ടുള്ള ചോദ്യങ്ങളാണ്. അതിന് ഉപരി പ്രതിപക്ഷത്തിൻ്റെ റോളിൽ കയറിയിരുന്നുകൊണ്ട് PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ UDFന് എത്രത്തോളം പ്രതികൂലമായി ചിന്തിക്കുമെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ? തീർച്ചയായും UDFന് PV അൻവർ എന്ത് പറഞ്ഞത് അത് അവരുടെ രാഷ്ട്രീയ നിലപാടാണ്. പക്ഷേ UDF എന്ത് പറയുന്നു, അത് VD സതീശൻ എന്ത് പറയുന്നു, പ്രതിപക്ഷം എന്ത് പറയുന്നു, അത് അവരുടെ രാഷ്ട്രീയ നിലപാടാണ്. അതുകൊണ്ട് PV അൻവർ പറഞ്ഞു എന്ന് വെച്ചിട്ട് UDFന് അതിലൊരു വോട്ട് ഇല്ല കിട്ടാനൊന്നും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. അപ്പോഴും ഞാനൊരു കാര്യം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ M സ്വരാജിനെ കുറിച്ചാണ്. M സ്വരാജ് നിലമ്പൂരിൻ്റെ പുത്രനാണ്. നമുക്കറിയാം M സ്വരാജ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമാണ്. അദ്ദേഹം നല്ല രീതിയിലുള്ള വ്യക്തിപരമായിട്ട് നല്ല നിലപാടുള്ള വ്യക്തിയാണ്. അപ്പം ആ ഒരു നിലയ്ക്ക് ആര്യാടൻ ഷൗക്കത്തിന് എത്രത്തോളം ഒരു ശക്തനായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം? ആര്യാടൻ ഷൗക്കത്ത് ഈ നിലമ്പൂരിൽ പൊതുവെ അവർ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. പക്ഷേ M സ്വരാജിനെ ഒരിക്കലും ഒരിടത്തും കാണാൻ പറ്റില്ല. ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടും പാരമ്പര്യമായിട്ടും അവൻ ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം ആര്യാടൻ മുഹമ്മദ് മാത്രമേ ഉള്ള ഒരു രാഷ്ട്രീയ, നമുക്കറിയാം നിലമ്പൂർ മണ്ഡലം ആര്യാടൻ മുഹമ്മദിൻ്റെ കയ്യിലിരുന്നതാണ്. അപ്പോൾ അതിനുശേഷം കയ്യിലെടുക്കുന്നത് PV അൻവർ വന്നിട്ടാണ്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ആ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ നമ്മളെ ഈ ജനങ്ങളെ സേവിക്കുക എന്ന് പറയുന്ന റോളുണ്ടല്ലോ, ആ റോള് ആര്യാടൻ ഷൗക്കത്ത് എത്രത്തോളം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുമെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടോ? തീർച്ചയായിട്ടും. ആര്യാടൻ ഷൗക്കത്ത് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ടിടത്തോളം കുറേ കാലങ്ങളായിട്ട് ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു വ്യക്തിയായിട്ട് തന്നെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഇപ്പം കുറേ കാലത്തിന് ശേഷം അവൻ എല്ലാ പ്രവർത്തന മേഖലയിലും ജനങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കാൻ നല്ലൊരു താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ. നിലമ്പൂർ മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവപ്പെടുന്ന ആളുകളാണ് ആദിവാസി മേഖല എന്നുള്ള പ്രയാസം. ആ ആദിവാസികൾക്ക് വേണ്ടി എന്ത് കാര്യവും ഏത് പകല് വിളിച്ചാൽ UDFൻ്റെ ഒരാൾ പറഞ്ഞ ആരോപണത്തിൻ്റെ പേരിലല്ല ഈ അൻവർ രാജിവെച്ചത്. രാജിവെച്ചത് ഈ കാലങ്ങളിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടായ പിണറായി വിജയനും RSSുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ മാത്രമാണ് അൻവർ രാജിവെച്ചതും അതോടനുബന്ധിച്ചാണ് ഉപതെരഞ്ഞെടുപ്പ് ഈ നിയമസഭയിൽ നടന്നതും. ആ ഒരു സംഗതി വിലയിരുത്തി കഴിഞ്ഞാൽ അറിയാം, നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ സ്വരാജിനെ ബലിയാടാക്കാൻ വേണ്ടി മാത്രം ആണ് ഇവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയതെന്നുള്ള ഏത് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും അപ്പോഴേ ഈ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന 100% ഉറപ്പാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാണ്, ഇന്ന് അരിയുടെയും പഞ്ചസാരയും എന്ന് പറയുന്ന മാതിരി ഇവർക്ക് സൂഹിക്കാൻ വേണ്ടി മാത്രമുള്ള ഏത് പൈസയും ചെലവാക്കാൻ ഇവർ തയ്യാറാവുകയും മറ്റുള്ളവർക്ക് ഒരു പ്രയാസം വരുമ്പോൾ നമുക്ക് ആശാവർക്കർമാരൊക്കെ ഒരു ഉദാഹരണം മാത്രമാണ്. പല സ്ഥലങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതൊക്കെ വീണ്ടും വീണ്ടും പറയുമ്പോൾ ഇവർ വിചാരിക്കും ആശാവർക്കർമാരെ സഹായിക്കാൻ വേണ്ടിയാണ്. അതല്ല, പക്ഷേ ആശാവർക്കർമാർക്കൊക്കെ ഒരു 1000 രൂപ 2000 രൂപ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന നാടിനെ സേവിക്കുന്ന അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രവണത വീണ്ടും പരസ്യ ബോർഡുകൾക്ക് വേണ്ടിയിട്ടും മറ്റേ ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നതിനും ഒരു കണക്കിനും യോജിക്കാൻ കഴിയാത്ത വിരുദ്ധ വികാരം ഈ നിലമ്പൂർ പ്രതിഫലിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പം ഉറപ്പാണ് UDF അല്ലേ? ഓക്കെ, ശരി. അപ്പം ശരി ചേട്ടാ, വളരെ